എവരിവൺ, വെൽക്കം ടു സ്മാർട്ട് ലേൺ ബൈ ഗീത. ഇന്ന് നമുക്ക് വീട്ടുജോലികളെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വീട്ടുജോലികൾ, അതായത് ഹൗസ് ഹോൾഡ് ചോർസ്. ചോർസ് ആണ്, അത് കോഴ്സ് എന്ന് പറയരുത്, അത് പ്രൊനൗൺസിയേഷൻ തെറ്റാണ്. അപ്പോൾ ചോർസ്. ഓക്കെ, സോ ഹൗസ് ഹോൾഡ് ചോർസ്, വീട്ടുജോലികൾ. നമ്മൾ എല്ലാവരും ചെയ്യാറുള്ളതല്ലേ വീട്ടുജോലികൾ, നമ്മൾ എല്ലാവരും ചെയ്യാറുള്ളതാണ്. അപ്പൊ ഇതിനെയൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയണം, ഇത് ഇംഗ്ലീഷിൽ സംസാരിക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. അതായത് ഞാൻ പാത്രം കഴുകുകയാണ്, അല്ലെങ്കിൽ തുണി അലക്കാനുണ്ട്, ഇങ്ങനെയൊക്കെ നമുക്ക് പറയേണ്ടി വരുന്നില്ലേ. ഇതൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കണം. ഭയങ്കര ബേസിക് ആയിട്ടുള്ള സെന്റൻസ് ആണ്, എല്ലാവർക്കും ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും. അതായത് തുടക്കക്കാർക്കാണെങ്കിൽ കുറച്ചും കൂടെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. ഇന്നത്തെ അതിന്റെ കൂടെ ഞാനൊരു സെന്റൻസ് കൂടെ തരുന്നുണ്ട്. ഈ ഒരു വീട്ടുജോലികളുടെ ഓരോന്നിന്റെയും കൂടെ നിങ്ങൾക്കൊരു സെന്റൻസും കൂടെ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ആദ്യത്തേത്, മേക്ക് ദ ബെഡ്. മേക്ക് ദ ബെഡ് നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ചെയ്യുന്ന കാര്യമാണ്. നമ്മുടെ ബെഡൊക്കെ ഒന്ന് ശരിയാക്കി നീറ്റാക്കി വെക്കും. അതിനെയാണ് നമ്മൾ പറയുന്നത് മേക്ക് ദ ബെഡ്. എന്താണ് മേക്ക് ദ ബെഡ്? ഓക്കെ, നമുക്കൊരു സെൻറ്റൻസ് നോക്കാം. ഐ ആം മേക്കിംഗ് ദ ബെഡ് എന്ന് വെച്ചാൽ ഞാൻ ബെഡ് ശരിയാക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ബെഡ് നീറ്റാക്കുകയാണ്. ചേഞ്ച് ദ ഷീറ്റ്, ചേഞ്ച് മാറ്റുക. അപ്പോൾ ഇപ്പോൾ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യാനുള്ളതാണെങ്കിൽ നമുക്കത് മാറ്റണ്ടേ, അതിനെയാണ് പറയുന്നത് ചേഞ്ച് ദ ഷീറ്റ്സ്. ഐ ചേഞ്ച് ദ ഷീറ്റ് എവറി വീക്ക്. ഞാൻ എല്ലാ ആഴ്ചയിലും ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യാറുണ്ട്, അതാണ് ഇതിൻ്റെ മീനിങ്. ഐ ചേഞ്ച് ദ ഷീറ്റ് എവറി വീക്ക്. നെക്സ്റ്റ്, സ്വീപ്പ് ദ ഫ്ലോർ. എന്താണ് സ്വീപ്പ്? സ്വീപ്പ് അടിച്ചു വാരുക. ദ ഫ്ലോർ നിലം അടിച്ചു വാരുക. സ്വീപ്പ് ദ ഫ്ലോർ നിലം അടിച്ചു വാരുക. ഓക്കെ, അപ്പോൾ ഹി വാസ് സ്വീപ്പിംഗ് ദ ഫ്ലോർ. ഷീ വാസ് സ്വീപ്പിംഗ് ദ ഫ്ലോർ. ഷീ വാസ്, അപ്പോൾ അവൾ നിലം അടിച്ചു വാരുകയായിരുന്നു എന്നാണ്. ഷീ വാസ്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ നമുക്ക് മോപ്പ് ദ ഫ്ലോർ. മോപ്പ് ദ ഫ്ലോർ നിലം തുടയ്ക്കുക. അപ്പോൾ മോപ്പ്, നമ്മൾ നിലം തുടയ്ക്കുന്ന പ്രശ്നമാണ് മോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ മോപ്പ് ദ ഫ്ലോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലം തുടയ്ക്കുക. ഹി ഈസ് മോപ്പിംഗ് ദ ഫ്ലോർ. അവൻ നിലം തുടയ്ക്കുകയാണ്. ഹി ഈസ് മോപ്പിംഗ് ദ ഫ്ലോർ. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് എന്താ അടുത്ത ജോലി? ക്ലീൻ ദ ബാത്റൂം. ക്ലീൻ വൃത്തി, അതായത് നമ്മൾ വൃത്തിയാക്കുന്നതിനെയാണ് ക്ലീൻ എന്ന് പറയുക. അപ്പോൾ ബാത്റൂം വൃത്തിയാക്കുക. ക്ലീൻ ദ ബാത്റൂം. ഐ ആം ക്ലീനിങ് ദ ബാത്റൂം. ഞാൻ ബാത്റൂം വൃത്തിയാക്കുകയാണ്. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞു. നമ്മളിനി ഡു ദ ഡിഷസ്. എന്താണ് ഈ ഡിഷസ്? പാത്രങ്ങൾ. അപ്പോൾ ഡു ദ ഡിഷസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാത്രങ്ങൾ കഴുകുന്നതിനെയാണ് ഡു ദ ഡിഷസ് എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ വാഷ് ദ ഡിഷസ്, ഇങ്ങനെയും പറയാം. ഡു ദ ഡിഷസ് ഓർ വാഷ് ദ ഡിഷസ്. ഓക്കെ, അപ്പോൾ ഐ ആം വാഷിംഗ് ദ ഡിഷസ് ഓർ ഐ ആം ഡൂയിങ് ദ ഡിഷസ്, ഇത് രണ്ടും കറക്റ്റാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. ഓക്കെ, വൈപ്പ് ദ ടേബിൾ. വൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടയ്ക്കുക. അപ്പം മേശ തുടയ്ക്കുക, ഇതാണ് നമ്മുടെ അടുത്ത ജോലി. അല്ലെങ്കിൽ കൗണ്ടർ, കിച്ചൺ കൗണ്ടറൊക്കെ നമ്മൾ തുടയ്ക്കുന്നില്ലേ, ഇതിനെയാണ് വൈപ്പ് ദ ടേബിൾ, വൈപ്പ് ദ കൗണ്ടർ ഇങ്ങനെ പറയുന്നത്. വൈപ്പ് തുടയ്ക്കുക. ഓക്കെ, ഷീ വൈപ്സ് ദ ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ മേശ തുടയ്ക്കാറുണ്ട്. ഷീ വൈപ്സ് ദ ടേബിൾ, അവൾ മേശ തുടയ്ക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഇത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് എന്താണ്? നെക്സ്റ്റ്, ഡു ദ ലോണ്ട്രി. എന്താണ് ഈ ഡു ദ ലോണ്ട്രി? അത് നമ്മൾ തുണി അലക്കുന്നതിനെയാണ് ഡു ദ ലോണ്ട്രി എന്ന് പറയുന്നത്, അലക്കുക. ഓക്കെ, ഡു ദ ലോണ്ട്രി. ഓക്കെ, വി ആർ ഡൂയിങ് ദ ലോണ്ട്രി. ഞങ്ങൾ തുണി അലക്കുകയാണ്. വി ആർ ഡൂയിങ് ദ ലോണ്ട്രി. ഞങ്ങൾ തുണി അലക്കുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ തുണി അലക്കിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താണ്? നമുക്ക് തുണി അഴയിലിടണ്ടേ, അത് ഉണങ്ങാനായിട്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് ഹാങ് ഔട്ട് ദ ക്ലോത്ത്സ്. ഹാങ് ഔട്ട് ദ ക്ലോത്ത്സ്. ഷീ ഈസ് ഹാങ്ങിങ് ഔട്ട് ദ ക്ലോത്ത്സ്. ഷീ ഈസ് ഹാങ്ങിങ് ഔട്ട് ദ ക്ലോത്ത്സ്. അടുത്തത് നമുക്ക് മേക്ക് ദ ഫുഡ്. അതെന്താണ്? ഭക്ഷണം ഉണ്ടാക്കുക. അതെല്ലാവർക്കും അറിയാമല്ലോ, മേക്ക് ദ ഫുഡ്. ദേ വെയർ മേക്കിംഗ് ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു എന്നാണ് ഇവിടെ. അവർ, അപ്പോൾ ദേ വെയർ മേക്കിംഗ് ഫുഡ്, അവർ ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു. ഇനി ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് വാട്ടർ ദ പ്ലാന്റ്സ്. എന്താണത്? ചെടി നനയ്ക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെടി ഉണ്ടെങ്കിൽ നമുക്കത് നനച്ചു കൊടുക്കണ്ടേ, അതിനെയാണ് വാട്ടർ ദ പ്ലാന്റ്സ് എന്ന് പറഞ്ഞത്. ഹി ഈസ് വാട്ടറിങ് ദ പ്ലാന്റ്സ്. അവൻ ചെടി നനയ്ക്കുകയാണ്.
ഹി ഈസ് വാട്ടറിങ് ദ പ്ലാന്റ്സ്. ഓക്കെ, ഇനി ഇതൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ തുണി ഉണങ്ങി. അയൺ ദ ക്ലോത്ത്സ്. അപ്പോൾ നമുക്ക് ഇസ്തിരി ഇടണ്ടേ? ഇസ്തിരി, അതാണ് അയൺ ദ ക്ലോത്ത്സ്. ഐ ആം അയണിങ് ദ ക്ലോത്ത്സ്. ഞാൻ നമ്മുടെ തുണികളൊക്കെ ഇസ്തിരി ഇടുകയാണ്. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഇസ്തിരി ഇട്ട് കഴിഞ്ഞാൽ ഫോൾഡ്. ഫോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മടക്കുക. അപ്പോൾ തുണി മടക്കുന്നതിനാണ് ഫോൾഡ് ദ ക്ലോത്ത്സ്. അപ്പോൾ വി ഫോൾഡ് ദ ക്ലോത്ത്സ് എവറി ഡേ. ഞങ്ങൾ എല്ലാ ദിവസവും തുണി മടക്കാറുണ്ട്. വി ഫോൾഡ്. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടമായോ? നമ്മൾ ഇന്ന് കുറേ വീട്ടുജോലികളുടെ പേരുകളും വീട്ടുജോലികൾ എങ്ങനെ പറയാം എന്നൊക്കെ പഠിച്ചിരുന്നു അല്ലേ? ഇത് കൂടാണ്ട് നമുക്ക് മന്ത്ലി വീട്ടുജോലികളുണ്ട്, അതുപോലെ തന്നെ വീക്ക്ലി ചെയ്യാറുള്ളതുണ്ട്. ഓക്കെ, ഇന്ന് നമ്മൾ സ്ഥിരം ചെയ്യാറുള്ള വീട്ടുജോലികളെ കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.